ഹായ്, നിങ്ങളുടെ നീറ്റ് 2025 പ്രിപ്പറേഷൻസൊക്കെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ മെൻ്റർ ചെയ്യുന്ന സമയത്തൊക്കെ പല കുട്ടികളും പറയുന്നൊരു പ്രശ്നമാണ്, മാം നന്നായിട്ട് പഠിക്കുന്നുണ്ട്, കുറേ കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ മാർക്ക് കിട്ടണില്ല. എക്സാമിന് മാർക്ക് കുറയുമ്പം, റാങ്ക് കുറയുമ്പം ആകെ ഡൗൺ ആവുകയാണ്. അപ്പം പഠിക്കണ സമയത്ത് പോലും നമ്മൾ വിചാരിക്കുന്നത് ഇത്തവണ മാർക്ക് കുറയോ, ഇത്തവണ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ചീത്ത പറയോ, ഇതൊക്കെ വിചാരിച്ചുകൊണ്ടാണ് പലരും പഠിക്കുന്ന സമയത്ത് പോലും അവർക്ക് ഭയങ്കര സ്ട്രെസ് ആവാറുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം, ഫോക്കസ് ഓൺ ദ പ്രോസസ് റാദർ ദാൻ ഫോക്കസിങ് ഓൺ ദ റിസൾട്ട്. നിങ്ങൾക്ക് കിട്ടണ ഈ മാർക്ക്, നിങ്ങൾക്ക് ലാസ്റ്റ് കിട്ടണ ഈ റാങ്ക്, ഇതൊക്കെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതിന് പകരം നിങ്ങൾ പഠിക്കണ പ്രോസസ്സ്, അതായത് ലേണിംഗ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് കറക്റ്റായിട്ടാണോ ചെയ്യുന്നത് എന്നാണ് ആദ്യം പരിശോധിക്കേണ്ടത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടണ റാങ്കോ മാർക്കോ എന്ത് വേണേലും ആയിക്കോട്ടെ, നിങ്ങളുടെ എയിം എന്ന് പറയുന്നത് 8 മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന നീറ്റ് 2025 ആണ്. അപ്പം നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് അതാണ്. അപ്പം നമുക്കിപ്പോൾ കിട്ടുന്ന എക്സാമിൻ്റെ മാർക്കും റാങ്കും ഒക്കെ ആലോചിച്ച് നിങ്ങളിങ്ങനെ സ്ട്രെസ്ഡായി സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഫൈനൽ നീറ്റ് 2025 വേണ്ടിയിട്ട് അത്രയും ഡിറ്റർമൈൻഡ് ആയിട്ട്, അത്രയും എൻതൂസിയാസ്റ്റിക് ആയിട്ട്, എനർജറ്റിക് ആയിട്ട് പഠിക്കാനുള്ള നിങ്ങളുടെ ഓൺ ടൈം അല്ലേ പോകുന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ നടക്കുന്ന എക്സാംസൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ടാണോ പഠിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ, അത് നിങ്ങൾക്ക് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് സ്വയം നിങ്ങളെ വിലയിരുത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന എക്സാംസാണ്. അല്ലാതെ ഒരിക്കലും അത് ഇപ്പോഴത്തെ എക്സാംസിന് മാർക്ക് കുറഞ്ഞാൽ ഒരിക്കലും ഫൈനൽ നീറ്റ് കിട്ടില്ല, അല്ലെങ്കിൽ എക്സാംസിന് ഇപ്പോഴേ ഒരു 600+ കിട്ടിയാൽ മാത്രമാണ് ഫൈനൽ നീറ്റ് എക്സാം കിട്ടുള്ളൂ എന്നൊന്നും ഒരിക്കലും ആരും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കഥ പറയാം. എൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആളാണ്. അവൾക്ക് ആദ്യമൊക്കെ എക്സാംസിന് എപ്പോഴും 450, 400, 500 റേഞ്ചിലായിരുന്നു എപ്പോഴും മാർക്ക് കിട്ടുക. 600 ഒന്നും കയറിയില്ലായിരുന്നു. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ 600 അല്ലെങ്കിൽ 550, 580 മാർക്സിലൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. ഈ 650 ആ ഒരു സേഫ് മാർക്കിൽ എത്തുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഒരു 680 ആ ഒരു റേഞ്ചിലേക്കൊന്നും എത്തുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന, അതായത് നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന 600ൻ്റെ അടുത്ത് സ്കോർ ചെയ്തിട്ട് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന കുറേ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കുട്ടി എപ്പോഴും 400സിലും 450സിലൊക്കെ സ്കോർ ചെയ്യായിരുന്നെങ്കിൽ കൂടെ അവൾ എപ്പോഴും ഭയങ്കര പോസിറ്റീവായിട്ടായിരുന്നു ചിന്തിക്കുക. എപ്പോഴും ഇങ്ങനെ പറയും, അടുത്ത വർഷം MBBSന് കയറിയിട്ട് അതാക്കണം ഇതാക്കണം. അവളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റിവിറ്റി കിട്ടും. കാരണം എപ്പോഴും ഗുഡ് തിങ്സേ നടക്കുള്ളൂ, എന്തായാലും അവളുടെ ഡ്രീം ഫുൾഫിൽ ആവും. ആ ഒരു ഉള്ളിൽ നിന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ലേ, അത് വെച്ചിട്ടായിരുന്നു അവൾ എപ്പോഴും സംസാരിക്കുക. ആൻഡ് ഫൈനലി നമുക്ക് എക്സാമിൻ്റെ ഒരു 3 മാസം മുന്നേ റിവിഷനായിട്ട് നമുക്ക് റിവിഷൻ എക്സാംസ്, ഫുൾ ടോപ്പിക് എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ഈവൻ ദോ വീക്ക്ലി എക്സാംസ് ഒക്കെ നടക്കുന്ന സമയത്ത് 450, 500 റേഞ്ചിലായിരുന്നു അവളുടെ മാർക്കെങ്കിൽ കൂടെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള അവളുടെ ഒരു മെൻറ്റാലിറ്റി, ഇപ്പോഴത്തെ മാർക്കൊന്നും അല്ല മാറ്റർ ചെയ്യുന്നത്, ഫൈനൽ നീറ്റാണ്, അതിന് ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അതിന് ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നെപ്പോഴും ഇങ്ങനെ അവൾ ആ ഒരു പോസിറ്റീവ് കൈൻഡ് ഓഫ് മെൻറ്റാലിറ്റി ഫൈനൽ ഈ ഒരു റിവിഷൻ്റെ ഒക്കെ സമയമായ സമയത്ത് നമ്മുടെ ഫുൾ ടോപ്പിക് എക്സാംസ് ഒക്കെ നടക്കുമ്പം അവളുടെ മാർക്സ് എപ്പോഴും 600 to 650 റേഞ്ചിലായിരുന്നു. ആൻഡ് അറ്റ് ലാസ്റ്റ് ഞാൻ നീറ്റ് എഴുതിയ സമയത്ത് അവൾ നീറ്റ് എഴുതി ഇപ്പം നല്ലൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇപ്പോഴേ ഒരിക്കലും മാർക്ക് കുറയുന്നു അല്ലെങ്കിൽ റാങ്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ട് എന്നെക്കൊണ്ട് പറ്റണ സംഭവമല്ല ഇത്, ഞാനിത് വിടുകയാണ്, ഗിവപ്പ് ചെയ്യാണ് എന്ന് പറഞ്ഞിരിക്കുകയല്ല വേണ്ടത്. മറിച്ച് ഇപ്പം മാർക്ക് കുറയുന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി സം റീസൺസ്. നിങ്ങളത് പ്രോപ്പറായിട്ടുള്ള രീതിക്കല്ല പഠിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രാക്ടീസ് വേണം, അതായത് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, കുറച്ചുകൂടെ അധികം സമയം ഇരുന്ന് പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ടൂ മച്ച് സ്ട്രെസ്സ് കുറയ്ക്കണം. എക്സാം എഴുതുന്ന സമയത്ത് ടൂ മച്ച് സ്ട്രെസ്സായിട്ട് നെഗറ്റീവ് മാർക്സ് വരുത്തുന്നുണ്ടാവും. ഇങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണമാണ് നിങ്ങൾക്ക് മാർക്ക് കുറയുന്നത്. അപ്പോൾ ആ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തി അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പം നന്നായിട്ട് പഠിക്കും എന്ന് കരുതുകയാണ്. അടുത്ത നീറ്റ് 2025 അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. അതിലേക്കുള്ള ഓരോ ചവിട്ടുപടിയാണ് നമ്മുടെ ഓരോ എക്സാംസും. ആ എക്സാംസ് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് എക്സാംസിന് വേണ്ടിയിട്ട് പഠിക്കാം. അല്ലാണ്ട് റിസൾട്ട് കുറയോ വീട്ടിൽ ചീത്ത പറയോ അതൊന്നും പേടിച്ചിട്ടായിരിക്കരുത് നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾക്ക് പഠിച്ച് മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.